ഒരു ഹാപ്പി ന്യൂസ്. മലപ്പുറം ജില്ലാ കളക്ടർ നമ്മളുടെ അഭ്യർത്ഥന മാനിച്ച് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഹായ് ഫ്രണ്ട്സ്, DD ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇൻട്രോ പറയുന്നത് ഞാനും നിക്കിയും കൂടെയാണ്. നിക്കിങ്ങടൊക്കെ അപ്പം ദേവ് ചേച്ചിയും ദിയ ചേച്ചിയും സ്കൂളിൽ പോയേക്കാണ്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. പിള്ളേർ സ്കൂളിൽ പോയേക്കാണ്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കിനും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു മുതിര കൊണ്ടൊരു പായസം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അവർ വരുമ്പോഴത്തേക്കിനും കണ്ടോ ഭയങ്കര മഴ രാവിലെ തുടങ്ങി പെയ്യാൻ, ഇരുട്ട് മൂടി നിൽക്കുകയാണ് കേട്ടോ. പപ്പ എന്താ അവിടെ ചെയ്യുന്നേ? അവിടെ തോട്ടില് വെള്ളം നീക്കി വിടുകയാണ് കേട്ടോ. വെള്ളം കെട്ടി നിന്നിട്ട് അവിടെ വെള്ളം ഇങ്ങനെ പോകുന്ന തോട്ടേക്ക് ചാടാൻ വേണ്ടിട്ട് കണ്ടോ റോഡ് പുഴ പോലെയായി. ഈ സൈഡിൽ കൂടെ പണ്ട് ചാലുണ്ടായിരുന്നു, മണ്ണ് വന്നിട്ട് അടിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കണതിന്റെ അടിയിൽ വലിയൊരു തോട്ടുണ്ട്. അതെ, വലിയൊരു കുഴലിട്ടിട്ടുണ്ട്. കുഴലിട്ടുണ്ട് ഇത്ര പോകണം. പക്ഷെ ഒക്കെ മണ്ണ് വന്ന് അടിഞ്ഞ് ചാലേ പോയി. അവിടെ ഇതിട്ടിട്ടുണ്ടോ? ചാലിട്ടോ? അതേമാതിരി നാളെ ഒരു ദിവസം കൂടെ നിന്ന് പെയ്താ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലും സംഭവിക്കാം. രാത്രിയും കൂടെ അതേമാതിരി പെയ്താ കഴിഞ്ഞ് നല്ല വെള്ളപ്പൊക്കം. അതെ, മുതിര ഞാൻ വറുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളത്തിലിട്ട് കുതിർന്നു. ഇനി ഞാനിത് കുക്കറിലിട്ട് അടിക്കണം. ഒരു 10 വിസിലെങ്കിലും വരണം ഈ മുതിര അത് വേവാനായിട്ട്. അപ്പം ഞാനൊന്ന് പായസം ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മുതിര പായസം. പക്ഷെ പപ്പയ്ക്ക് വലിയ ഇഷ്ടമല്ല. ദേവുവിനും ദിയയ്ക്കും ഇഷ്ടമാണ്. അപ്പോൾ അവരൊന്ന് കൊണ്ടുവരാൻ പോകണം, ബസ് കയറുന്നിടത്ത് കൊണ്ടുവരാൻ പോകണം. മഴ ആയതുകൊണ്ട് കാറിന് പോകേണ്ടി വരും. 4:23 അപ്പം ഞങ്ങൾ അവരെ പോയി കൊണ്ടുവരട്ടെ. കാറിനാണ് പോകുന്നത്. കുട്ടികളൊക്കെ മഴ നനഞ്ഞ് പോവുകയാണ്. ഞാൻ ഓർക്കുന്നു പണ്ട് ഞങ്ങളെ സ്കൂളിൽ കൊട ഉണ്ടെങ്കിലും നോർത്താൻ മടിയാണ്. അങ്ങനെ പോയത് ഓർക്കായിരുന്നു. നല്ല മഴയാണ്. അപ്പം അത് പ്രശ്നമൊന്നുമില്ല. അവര് ബാഗ് തൂക്കി അങ്ങനെ പോവാൻ നനയില്ല. അവരെ ഉള്ളിൽ ബുക്ക് വാട്ടർപ്രൂഫ്. അതെ അതെ. പിന്നെ മാത്രല്ല ഇപ്പത്തെ ഇത് വെച്ചാല് ദേവും ദിയും 2 സമയത്താണ് വരുന്നത്. അത് ഭയങ്കര രണ്ടുപേരും 15 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് രണ്ടുപേരും വരുന്നത്. അപ്പൊ തീയനെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് പിന്നെ ദേവനെ എടുക്കാൻ അപ്പൊ തന്നെ പോകണം. അല്ലെങ്കിൽ 15 മിനിറ്റ് തീയനെ കൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. ബുദ്ധിമുട്ടാണ്. ഭയങ്കര ഇടങ്ങേറായി. രണ്ടാളും ഒരു സ്കൂളിൽ സമയത്ത് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരുമിച്ച് പോവുക, ഒരുമിച്ച് വരിക. അങ്ങനെ ഇത് രാവിലെ പോകുന്നതും 2 സമയത്താണ്. 1 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട് രണ്ടുപേരും. ചേച്ചിയുടെ എന്താ ബാഗൊക്കെ നനഞ്ഞിട്ടുണ്ടല്ലോ. ദൈവമേ, ബാഗ് ഫുള്ള് നനഞ്ഞിട്ടുണ്ടല്ലോ. രണ്ടും കൂടെ നടക്ക് പപ്പ. ബാഗ് ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ മോളെ നനഞ്ഞത്? അപ്പൊ തൊപ്പി കൊണ്ടുപോയില്ലായിരുന്നോ മഴയത്തോ? നനയുണ്ടാവൂലേ? മോളെ സ്കൂളിലേക്ക് ഞാൻ മീറ്റിങ്ങിന് വന്നേന്നു. മിസ് എന്തേലും പറഞ്ഞായിരുന്നോ? കിട്ടിയോ? അതിപ്പോ നനഞ്ഞ് പിണ്ടായിട്ടുണ്ടാവുമല്ലോ. ആണോ? ഒരു ബസ് പോയില്ലേ, പുറകില് ചുമന്ന കളർ ബസ് വരും. അതിൽ ദേവ് വരും. അപ്പൊ ദേവനെ കൊണ്ട് പോവാം. അതെ അതെ. ചേട്ടാ എന്താ നോക്കണേ? ഫ്രണ്ട്സ്, ഞാൻ മലപ്പുറം ഡിസ്ട്രിക്ട് കളക്ടറുടെ ഫേസ്ബുക്ക് പേജ് നോക്കാണ്. നാളത്തേക്കുള്ളത് ആയിട്ടില്ല, രാത്രിയെ പ്രഖ്യാപിക്കുള്ളൂ. ഇന്ന് ദേവമോള് സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിട്ട് എന്തൊരു ഇരുട്ടേന്നറിയോ? നേരെ വെളുക്കാത്ത പോലെ. എന്താ കളി കളിക്കണേ? ഞങ്ങളുടെ ബോട്ടിൽ ഫ്ലിപ്പ്. ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഈ ബോട്ടിൽ ഇങ്ങനെ നിൽക്കണം. ഒരു ബസ് പോണ്ട്. ആ ബസ്സിലുണ്ടാവുന്ന അതാ ഈ ബസ്സിലാണ് മിക്കവാറും വരാറ്. അതാ ബസ്. അല്ല അതാ ബസ്സല്ല, അതാ ദേവു.
ദേവ് നമ്മളിവിടെ അപ്പുറത്ത് കൂടെ ബസ് ഇറങ്ങി പോയി. അവിടെ വിളിക്കണ കേൾക്കൂല. അതാ ദേവ് പോണ്. ഞങ്ങൾ ഓളെ വെയിറ്റ് ചെയ്യുന്നു. ആ വൈപ്പുറത്തെ ചുമക്കണൊക്കെ മഴ കൊണ്ടോ? ആ എന്തു തിരക്ക്. ഭയങ്കര. നിലമ്പൂരിൽ തന്നെ 35-37 അവിടെ നിന്ന് ഒന്ന് എക്സിറ്റ് ആയി കിട്ടിയത്. ആണോ? ആ ബ്ലോക്ക് ആണോ? പെരും ബ്ലോക്ക്, പെരും കുട്ടികള്. തിരക്കുണ്ട് ബസ്സിന്. എന്റെ ഷൂവ് സോക്സ് ഒക്കെ വെള്ളത്തിന്റെ അടിയിലായിരുന്നു. ഞാന് ബസ്സിക്ക് കേറുമല്ലോ, അപ്പൊ അങ്ങോട്ട് ചളി വെള്ളത്തിൽ ഇങ്ങനെ കുളിച്ച് ഇത്രയും ദിവസം ദേവ സുഖമായിട്ട് തിരക്കേ ഉണ്ടായിരുന്നില്ല. മഴ പോയാൽ തന്നെ പകുതി ആശ്വാസാണ്. ഇത് വെള്ളത്തുള്ളി മേത്ത് വീഴണ്, തണുക്കണ്. ഞങ്ങള് വിചാരിച്ചു ഞാൻ ബസ്സില്ലേ വിചാരിച്ചു. ഞാൻ സ്റ്റാൻഡ് നല്ല കയറിയത്. സ്കൂൾ ബസ് ഇറങ്ങുമ്പോ നനഞ്ഞിട്ടാണല്ലോ പോവാ. സ്കൂൾ ബസ് അപ്പുറത്തെ സൈഡിൽ നിർത്തി തരില്ല. ഇല്ലല്ല. എവിടെ നിർത്തുക? ആ മെഡിക്കൽ സ്റ്റോറിന്റെ അവിടെ. ലോഡിങ് ആരാ? ഇതാ ഞങ്ങളുടെ മുത്തശ്ശി വന്നിരിക്കുന്നു. മുത്തശ്ശിക്ക് ഇതാ പരിപ്പുവട കൊണ്ടുവന്നിരിക്കുന്നു. ആണോ? ഷോർട്ട് ഫിലിം. ഡയറക്ടർ ആരാ? ഞങ്ങളൊരു ടീം ഉണ്ടാക്കിയിട്ട് ഒരു ടീമായി. ഇനി ഒരു ടീം വേണം. അതിൽ ഞാൻ എന്റെ 3 ഫ്രണ്ട്സ് ഉണ്ട്. അവരിപ്പോ 4 പേരായിട്ടുള്ളൂ. ആന്റിമോള് ചീത്ത പറഞ്ഞ് കരഞ്ഞിരിക്കുകയാണ്. ഫ്രണ്ട്സ് ചെയ്തിട്ടനും മഴയത്ത് കൊടയും ചൂടി നിൽക്കണം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കൊടയും ചൂടി നിൽക്കുകയാണ്. അവിടെ ഒരാൾക്ക് റെയിൻ കോട്ട് ഇട്ട് മഴ നനയാണ്. മഴയല്ല. കുഞ്ഞിന്റെ തല എവിടെ? തല എവിടെ? തല തല എങ്ങനെ ആട്ടുക? തല എങ്ങനെ ആട്ടുക? തല എങ്ങനെ ആട്ടുക? തല 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 കുഞ്ഞിന്റെ തല എവിടെയാണ്? എവിടെയാണ് തല? എവിടെ തല? ഇനി ഒന്നും കാട്ടില്ല. വണ്ടി വന്നു. ഇനിയിപ്പോ ഒന്നും കാട്ടില്ല. ഒരു വണ്ടി കയറാനുള്ളതില്ല. ഞാൻ കയറി. മഴ വീണ്ടും നല്ല മഴ. ഇതൊക്കെ ഫൈനലി വീട്ടിലെത്തിയിരിക്കുന്നു. 2 7-അപ്പിന്റെ കുപ്പികൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ 7-അപ്പിന്റെ കാര്യം പറഞ്ഞു പോന്നിട്ടുള്ളൂ. ഫ്രണ്ട്സ്, ഞാനിന്ന് മുതിരപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ മുതിരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഉണ്ട്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വിളിച്ച് പറഞ്ഞു എൻ്റെ മിഷനില്ലേ, മിഷൻ്റെ മുകളിൽ പായസം കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നോക്കാം. പായസം നോക്കിക്കേ. ഇത് എന്ത് പായസം നോക്കിക്കേ. പോലെ പരിപ്പ് പായസം. ഈ കളർ പായസം നിന്ന് സ്കൂളിൽ ആണോ? പക്ഷെ നമ്മൾ അമ്പലത്തിൽ ഇട്ടുന്ന സെയിം പായസം ആണോ? ഫ്രണ്ട്സ്, നമ്മള് വൈറ്റ് ഡ്രസ്സ് അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ നോർമൽ ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെയല്ലേ പോവാ. മീൻസ് ചെളി ആയാലും കുഴപ്പമില്ല, കാരണം അത് അറിയില്ലല്ലോ. ഇത് വൈറ്റ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ മെസ്സിൽ കൂടെ കുട്ടികൾ ഇങ്ങനെ കറിയും കൊണ്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പൊ എങ്ങനെ അറിയാൻ പോവാ? അരിപ്പായസം കേട്ടോ. പായസമാണ് അരിപ്പായസം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട അരിപ്പായസം. നമ്മൾ പ്രതീക്ഷിക്കാതെ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോ ഫുഡുകൾ കൊണ്ടുവരുന്നത് ഭയങ്കര സന്തോഷമാവല്ലേ. പക്ഷെ എനിക്ക് മഴക്കാലം എന്നല്ല, വേനൽക്കാലത്തായാലും എൻ്റെ ഇവിടുത്തെ അയൽവക്കത്തെ ചേച്ചിമാര് എന്നൊന്നും പറഞ്ഞ പോലെ കൊണ്ടുതരും. എന്തെങ്കിലും കൊണ്ടുതരും. ചിലപ്പോൾ സാമ്പാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുക്കറടക്കായിരിക്കും തരുന്നത്. സാമ്പാർ അവിടെ കുറച്ചെടുത്തിട്ട് ബാക്കിയുള്ള സാമ്പാർ കുക്കറടക്കം ചൂടോട് കൂടി തന്നെ തരും. എന്തായാലും മോര് കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും അങ്ങോട്ട് കൊടുത്തിട്ട് തരുന്നതല്ല കേട്ടോ, അല്ലാതെ കൊണ്ട് തരുന്നതാണ്. ഫ്രണ്ട്സ്, ദിയമോക്ക് പുതിയ ജേഴ്സി വിജയുണ്ട്.
ഇത് ജേഴ്സി പഴയ തന്നെയാണ്, പക്ഷേ നമ്പർ മാറി. ആദ്യം എത്രയായിരുന്നു? 44. ആണോ? എന്തായാലും അടിപൊളിയാ. ഞാൻ ഫുഡ് കഴിക്കാണ് ഗൈസ്. ഫുഡ് കഴിക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ എനിക്ക് മോരേറി കണ്ടപ്പോൾ കഴിക്കേണ്ടി വന്നു. എനിക്ക് നല്ല രാവിലെ കഴിച്ചു പോയതാണ്. അപ്പം ഞാൻ വൈകുന്നേരം വന്നപ്പോൾ ഓർത്തത് അയ്യോ ഇത് രാവിലെ കഴിച്ചാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ എന്ന്. അപ്പം മോരും മുളക് കുടച്ചൊരു കറി. നല്ല രസമുണ്ട്. പിന്നെ ബീഫുണ്ട്. ബീഫ് എനിക്ക് വേണ്ട, ഇത് മാത്രം മതി മാത്രം. ഫ്രണ്ട്സ് അപ്പം വിളക്കൊക്കെ കത്തിച്ചിട്ടാ പഠിക്കാനിരുന്നു. എനിക്ക് കുറച്ച് എക്സസൈസ് തന്നിട്ടുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ആക്കണം പറഞ്ഞു. ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ എഴുതണം പറഞ്ഞു. ഞാൻ ഷോർട്ട് നോട്ട് ബുക്കിൽ എഴുതുകയാണ്. ഇത് നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് ഇങ്ങനെ കണ്ടുപിടിച്ച് ഇത് കംപ്ലീറ്റ് ആക്കിയാൽ മതി, ജസ്റ്റ് കംപ്ലീറ്റ് ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ ChatGPTയുടെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് ഗൈസ്. സോ ഞാൻ എന്നാ പഠിക്കട്ടെ. നമ്മളവിടെ പഠിക്കുകയാണ് ഹിന്ദി. അപ്പോൾ ഗൈസ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ചേച്ചിനെ പറഞ്ഞാൽ ഹിന്ദി. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഇംഗ്ലീഷ് പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പഠിക്കണ്ടേ? ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് EVS കഴിഞ്ഞിട്ട് ഹിന്ദി കഴിഞ്ഞിട്ട് ഏതാണ്? കമ്പ്യൂട്ടർ. ഫ്രണ്ട്സ്, ഒരു ഹാപ്പി ന്യൂസ്. മലപ്പുറം ജില്ലാ കളക്ടർ നമ്മളുടെ അഭ്യർത്ഥന മാനിച്ച് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഹാപ്പി ആയില്ല നീയാ? ഇപ്പോഴെങ്കിലും എൻ്റെ കളക്ടർ ഒന്ന് എന്റെ പ്രാർത്ഥന കേട്ടല്ലോ പറയുന്നത്. മഴയായിട്ട് ഞാൻ ഞങ്ങളുടെ കൂടെ പാരൻസിൻ്റെ കൂടെ അല്ല വന്ന പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നിട്ട് എനിക്കറിയില്ല ബസ് എവിടെയാണ്. ഫസ്റ്റ് ഞാൻ മുന്നേക്ക് പോയി, കൊടയും കൊണ്ട് ഫൈഹാൻ്റെ കൊടയും കൊണ്ട് മുന്നേക്ക് പോയി. അപ്പോൾ അവിടുത്തെ ഒരു മാമൻ പറഞ്ഞു 8 ബസ് മുന്നിലല്ല ബാക്കിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓടിയിട്ട് ഒരു കൊടയും കിട്ടിയില്ല. എല്ലാ കുട്ടികളും ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഓടി വീഴാനൊക്കെ പോയി. ചള്ളിയൊക്കെ പിടിച്ചിട്ട് ഇവിടെ വരെ പാൻറ്റിൻ്റെ ഇവിടെ വരെ എൻ്റെ തല ബാഗിൽ ഉണക്കണം. ഉണക്കി ചെളിയൊക്കെ കാലിൻ്റെ അടി പിടിച്ച് ഇപ്പോഴെങ്കിലും നമ്മുടെ കളക്ടർ ലീവ് വെച്ചു മതി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ